ഗ്രാഫുകളുടെ സ്ലോപ്പ് എന്താണെന്നുള്ളതാണ് കഴിഞ്ഞ വീഡിയോ. ദിസ് ടൈം വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് ദ ഏരിയ അണ്ടർ എ ഗ്രാഫ്. ഒരു ഗ്രാഫിന്റെ ഏരിയ എന്ത് തരും? ഏരിയ ഓഫ് എ ഗ്രാഫ്. ഏരിയ ഓഫ് എ ഗ്രാഫ് നോക്കാം. ഞാൻ ആദ്യം ഒരു ആക്സിലറേഷൻ ടൈം ഗ്രാഫ് എടുക്കുക. ആക്സിലറേഷനെയും ടൈമിനെയും കൂടി ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഗ്രാഫ് എടുത്തപ്പോൾ ആക്സിലറേഷൻ മാറുന്നില്ല, ഒരേ വാല്യൂ ആണ്. ഇതെങ്ങനെ വരും എന്നുള്ളത് ഇനി വരുന്ന വീഡിയോസ് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് പല ടൈപ്പ് ഓഫ് ഗ്രാഫ്സുകളെ കുറിച്ച് പഠിക്കാൻ. അപ്പോൾ ഈ ഗ്രാഫ് എന്ന് പറയുന്നത് ഇതാണ്. ഈ ഗ്രാഫിന് അടിയിലുള്ള ഏരിയ നമുക്ക് കണ്ടുപിടിക്കാം. ഈ ഗ്രാഫ് ഇത്രയാണ്, എ മുതൽ ബി വരെയുള്ള പോയിന്റ് ഈ ലൈനാണ് ഗ്രാഫ്. ആ ഗ്രാഫിന്റെ താഴെയുള്ള ഏരിയ, ഏരിയ അണ്ടർ ഗ്രാഫ് ഒ എ ബി, ഗ്രാഫ് എ ബി. ഞാൻ അതിനുവേണ്ടി ഈ പോയിന്റിനെ ഒന്ന് മാർക്ക് ചെയ്യാം, ഒ സി. ഈ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇത്രയാണ്. ഈ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഏരിയ അണ്ടർ ഗ്രാഫ് എ ബി എന്ന് പറഞ്ഞാൽ എന്താ? ഏരിയ ഓഫ് റെക്ടാങ്കിൾ ഒ എ ബി സി. അതാണല്ലോ നമുക്ക് ഏരിയ കണ്ടുപിടിക്കേണ്ടത്. എന്താണ് ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ? ലെങ്തിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഏരിയ ഫോർമുലയാണ് റെക്ടാങ്കിളിന്റെ. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ലെങ്തിന്റെ വാല്യൂ എന്താ? ഇവിടെ നമുക്ക് ഒ സി എന്ന് എടുക്കാം. ഈ റെക്ടാങ്കിളിന്റെ ഒ സി എന്നോ എ ബി എന്നോ എടുക്കാം. ഞാൻ ഒ സി എന്ന് എടുക്കുകയാണ്. ഈക്വൽ ടു ഒ സി ഇൻറ്റു ബ്രെഡ്ത്ത് എന്താണ്? ഒ സി എന്ന ക്വാണ്ടിറ്റി ഈ ഗ്രാഫിൽ എന്തിനെ സൂചിപ്പിക്കുന്ന പോയിന്റ് ആണ്? ഒ സി എന്ന് പറയുന്നത് ടൈം ആണ്. സോ ടൈം ഇൻറ്റു ഒ എ എന്ന പോയിന്റ്. ഇതാണ് ഒ എ എന്ന പോയിന്റ്. അത് ആക്സിലറേഷൻ ആണ് കുട്ടികളെ, ആക്സിലറേഷൻ. സോ എന്താണ് ഒ എ ഇൻറ്റു ഒ സി? തിരിച്ചെഴുതിയെന്നേ ഉള്ളൂ, ഡയറക്ഷൻ പൊസിഷൻ മാറ്റിയെന്നേ ഉള്ളൂ. ആക്സിലറേഷൻ ഇൻറ്റു ടൈം. ഇതാണ് ആക്സിലറേഷൻ ഇൻറ്റു ടൈം. ഇതാണ് ആക്സിലറേഷന്റെ ജനറൽ ഫോർമുല. ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു വെലോസിറ്റി ബൈ ടൈം. അതിന്ന് പറയാം എന്താണ് വെലോസിറ്റി. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ആക്സിലറേഷൻ ഇൻറ്റു ടൈം. എപ്പോഴും വെലോസിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ, ആക്സിലറേഷൻ ഇൻറ്റു ടൈം ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ ഗ്രാഫിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ആക്സിലറേഷൻ ഇൻറ്റു ടൈം ആണ്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വെലോസിറ്റി ആണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഏരിയയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള ആക്സിലറേഷൻ ടൈം ഗ്രാഫിന്റെ ഏരിയ കണ്ടുപിടിച്ചപ്പോ നമുക്ക് വെലോസിറ്റി കിട്ടി. ഇത് എപ്പോഴും യൂണിവേഴ്സലാണ്, എപ്പോഴും ഇങ്ങനെയാണ്. സോ ലെറ്റ് us റൈറ്റ് ഏരിയ ഓഫ് ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. ഏരിയ ഓഫ് ആക്സിലറേഷൻ ടൈം ഗ്രാഫ് will give velocity. വെലോസിറ്റി തന്നെയാണ് സ്പീഡും, ഡയറക്ഷൻ ഇല്ല എന്നുള്ളൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ കൂടി പറയാം, ചില ക്വസ്റ്റ്യൻസിൽ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് തന്നിട്ട് ചോദിക്കുക സ്പീഡായിരിക്കും വെലോസിറ്റിക്ക് പകരം. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക അതിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. ഏരിയ ഓഫ് ആക്സിലറേഷൻ ടൈം ഗ്രാഫ് will give velocity or speed. വെലോസിറ്റി ഓർ സ്പീഡ്. ഇതേ കോൺസെപ്റ്റ് വെച്ചുകൊണ്ട് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ഒരു 2 ഗ്രാഫ് കൂടി ഡിസ്കസ് ചെയ്യാം. നോക്കൂ, അടുത്ത ഗ്രാഫ് ഏരിയ അണ്ടർ മറ്റൊരു ഗ്രാഫാണ്, ഗ്രാഫ് 1. അടുത്തത് ഗ്രാഫ് 2. നോക്കാം, മറ്റൊരു ഗ്രാഫ് നോക്കാം. ഞാൻ വരയ്ക്കുന്ന ഗ്രാഫ് വെലോസിറ്റി ടൈം ഗ്രാഫാണ്. വെലോസിറ്റി ടൈം ഗ്രാഫ്. എക്സ് ആക്സിസിൽ ടൈം, വൈ ആക്സിസിൽ വെലോസിറ്റി. അതും നേരത്തെ പോലെ ഒരു ഗ്രാഫ് ആയിട്ട് കിട്ടിയെന്ന് വിചാരിക്കുക. ലെറ്റ് us റൈറ്റ് ഒ എ ബി സി. ഈ ഗ്രാഫിന്റെ ഏരിയ എന്ത് വരും? ഏരിയ ഓഫ് ഗ്രാഫ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത് എന്താ? ഒ സി ഇൻറ്റു ബ്രെഡ്ത്ത് ഒ എ. എന്താണ് ഒ സി എന്ന ക്വാണ്ടിറ്റി? ടൈം. എന്താണ് ഒ എ എന്ന ക്വാണ്ടിറ്റി? വൈ ആക്സിസിലുള്ള ക്വാണ്ടിറ്റി വെലോസിറ്റി. സോ ലെറ്റ് us റൈറ്റ് വെലോസിറ്റി ഇൻറ്റു ടൈം. എന്താണ് വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് പറയുന്ന എക്സ്പ്രഷൻ റെപ്രസെന്റ് ചെയ്യുന്ന ക്വാണ്ടിറ്റി ഏതാണ്? വെലോസിറ്റി ഇൻറ്റു ടൈം. നമുക്ക് നോക്കാം. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം.
ഡിസ്പ്ലേസ്മെന്റിന്റെ സിമ്പൽ എസ് ആണ്. സ്പീഡ് അല്ല എസ്, ഡിസ്പ്ലേസ്മെന്റ് ആണ് എസ്. സോ വെലോസിറ്റി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. അതിൽ നിന്ന് വെലോസിറ്റി ഇൻറ്റു ടൈം എന്താ? ഡിസ്പ്ലേസ്മെന്റ് ആണ്. വെലോസിറ്റി ഇൻറ്റു ടൈം ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി ഇൻറ്റു ടൈം ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ നമുക്ക് ഇനി എന്ത് കിട്ടി? വെലോസിറ്റി ഇൻറ്റു ടൈം ഡിസ്പ്ലേസ്മെന്റ് കിട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന് എന്ത് കൺക്ലൂഷനിലെത്താം? ഒരു ഗ്രാഫിന്റെ, ഇത് ഏത് ഗ്രാഫാ? വെലോസിറ്റി ടൈം ഗ്രാഫ്. നേരത്തെ എടുത്ത ഗ്രാഫ് ഏതായിരുന്നു? ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ആയിരുന്നു നേരത്തെ പഠിച്ചത്. ഇപ്പോഴത്തെ ഗ്രാഫ് എന്ന് പറയുന്നത് വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ എഴുതാം, ഏരിയ ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് വിൽ ഗീവ് എന്ത് തരും? ഡിസ്പ്ലേസ്മെന്റ് തരും. വിൽ ഗീവ് ഡിസ്പ്ലേസ്മെന്റ്. എപ്പോഴും പുതിയ നമുക്ക് എത്തിച്ചേരാനുള്ള കൺക്ലൂഷൻ ആണ്. ഫസ്റ്റ് കൺക്ലൂഷൻ, ഏരിയ അണ്ടർ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് വിൽ ഗീവ് വെലോസിറ്റി ഓർ സ്പീഡ്. ഏരിയ ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് വിൽ ഗീവ് ഡിസ്പ്ലേസ്മെന്റ്. നമ്മൾ ഇതിൽ നിന്നാണ് ആ പ്രൂഫ് നടത്തിയത്. മറ്റൊരു ഗ്രാഫ് കൂടി ഓടിച്ച് നോക്കാം, ഡിസ്കസ് ചെയ്യാം. ഗ്രാഫ് 3 നമ്മൾ വെക്കുന്നത് സ്പീഡിനെയും ടൈമിനെയുമാണ് റെപ്രസെന്റ് ചെയ്യുക. നമ്മൾ എടുക്കുന്ന ഗ്രാഫ് ഇങ്ങനെയുള്ള ഗ്രാഫാണ്. കാര്യം എളുപ്പത്തിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കോൺസ്റ്റന്റ് ഗ്രാഫിനെ യൂസ് ചെയ്യുന്നത്. ഏത് ഗ്രാഫ് എടുത്തിട്ട് അതിനിടയിലുള്ള ഏരിയയെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇനി വരുന്ന പ്രോബ്ലംസിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. നമുക്ക് നോക്കാം. പുതിയ പോയിന്റ് വീണ്ടും, ഒ എ ബി സി. ഈ ഗ്രാഫിന്റെ ഏരിയ എന്താ? ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, സ്പീഡ് ഇൻറ്റു ടൈം. എന്താണ് സ്പീഡ് ഇൻറ്റു ടൈം? നോക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. സ്പീഡിന്റെ ജനറൽ ഫോർമുലയാണ്, സ്പീഡിന്റെ ജനറൽ എക്സ്പ്രഷൻ ആണ്. ഇതൊക്കെ ആദ്യത്തെ ക്ലാസ്സുകളിലുണ്ട്, ഫസ്റ്റത്തെ സെക്കൻഡത്തെ ഒക്കെ വീഡിയോയിലുണ്ട്. നിങ്ങൾ അത്രയും കെയർ ചെയ്ത് ആദ്യം മുതൽ മനസ്സിലാക്കി വന്നെങ്കിൽ ഇത് പിടികിട്ടി പോകും. അപ്പോൾ എങ്ങനെ? സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം. അതിൽ നിന്ന് ഡിസ്റ്റൻസ് പറയും. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡ് ഇൻറ്റു ടൈം എന്ന് പറയുന്നതാണ് ഡിസ്റ്റൻസ്. അപ്പൊ നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് എന്ത് പറയാം? ഡിസ്റ്റൻസ്. കൺക്ലൂഷനിലെത്താം. ഏരിയ അണ്ടർ സ്പീഡ് ടൈം ഗ്രാഫ് വിൽ ഗിവ് ഡിസ്റ്റൻസ്. നമ്മുടെ മൂന്നാമത്തെ കൺക്ലൂഷനാണ്, ഏരിയയുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ കൺക്ലൂഷൻ. ഇതെല്ലാം വളരെ പ്രധാനമാണ്. മൊത്തം നോക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ തോന്നാം, പക്ഷെ ആദ്യം മുതൽ നിങ്ങൾ നന്നായിട്ട് നോക്കി മനസ്സിലാക്കി വരികയാണെങ്കിൽ കൺഫ്യൂസ് ചെയ്യില്ല. വളരെ പ്രധാനമാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ. ഒരു ഗ്രാഫിന്റെ സ്ലോപ്പ് എന്തൊക്കെ തരും, ഒരു ഗ്രാഫിന്റെ ഏരിയ എന്തൊക്കെ തരും, നല്ല വെയിറ്റേജ് കൊടുത്തിട്ട് നല്ല ഗ്രാവിറ്റി മനസ്സിലാക്കി വീണ്ടും അതിനെ നോക്കിയെങ്കിലേ നമുക്ക് അത് നന്നായിട്ട് കിട്ടും.